നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിള്ളയോട് ആരും ഇക്കാര്യം പറഞ്ഞത്? നമ്മുടെ ജബ്ബാർ സാർ ഉണ്ടല്ലോ സ്റ്റേഷനില്, അയാളാ വിളിച്ചു പറഞ്ഞത്. സത്യാമ്മ എന്താ ഒന്നും പറയാത്തത്? ഞാനെന്ത് പറയാനാ? ചന്ദ്രബോസിന് വിഷ്ണു കുഞ്ഞിനോട് നല്ല വൈരാഗ്യമുണ്ട്. അയാളാ പക തീർക്കുമെന്നാ ജബ്ബാർ പറയുന്നത്. അത് സ്വാഭാവികമല്ലേ പിള്ളേ? പോലീസിനെ ആക്രമിച്ചു, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, പോലീസ് വാഹനം തട്ടിയെടുത്തു, ഇത്രയൊക്കെ നടന്നില്ലേ? പക തീർക്കാൻ പോലീസ് ഇനിയും വകുപ്പുകൾ എഴുതി ചേർക്കും. ജാമ്യം പോലും കിട്ടില്ല. വിഷ്ണു കുഞ്ഞ് ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനെയൊക്കെ. അന്നവനെ സത്യഭാമയുടെ മകനായിരുന്നു, ഇന്നവനതല്ല. ദേ, അല്ലാന്ന് പ്രഖ്യാപിച്ചത് ഞാനല്ല, അവനാ. സത്യഭാമയുടെ മകനല്ലാത്ത വിഷ്ണു എത്രമാത്രം ചെറുതാണെന്ന് അവനൊന്ന് അറിയട്ടെ. സത്യാമ്മയുടെ മകൻ അല്ലാഞ്ഞിട്ടാണ് ആന്റപ്പന്റെ വീടിന്റെ ആധാരം വാങ്ങിച്ചുകൊണ്ട് ഈ കാൽച്ചോട്ടിൽ കൊണ്ടുവച്ചത്. അവനോട് അങ്ങനെ ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ചോദിക്കുന്നതുകൊണ്ടും തോന്നരുത്. ഇതൊക്കെ ഒരു ന്യായമാണോ സത്യാമ്മ? ഇതാണ് സത്യഭാമയുടെ ന്യായം. ഞാൻ അവന്റെ അമ്മയാ. എനിക്കില്ലാത്ത ആശങ്കയും വിഷമമൊന്നും പിള്ളയ്ക്കും വേണ്ട. കുറ്റം ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചിരിക്കണം. ആ, പിന്നെ ഒരു കാര്യം കൂടി, പിള്ളയ്ക്ക് ശമ്പളം തരുന്നത് ഞാനാ. ഈ വിവരം മൂന്നാമതൊരു ചെവി അറിയരുത്, രാഘവേട്ടൻ പോലും. മനസ്സിലായോ? മനസ്സിലായോന്ന്? രാഘവേട്ടന് ഊണിന് സമയായോ? വേണ്ട ഭാമേ, വിശപ്പില്ല. മനസ്സിനെന്തോ ഒരു സുഖക്കുറവ്. അടുപ്പമുള്ള ആർക്കോ എന്തോ ആപത്ത് വരാൻ പോണ പോലെ. എന്താടോ പിള്ളേ, ഇയാൾക്കെന്ത് പറ്റിയോടോ? സാറേ, അത് പിള്ളേ. എന്താ ഭാമേ? എടോ എന്താടോ? പിള്ളയുടെ കൊച്ചുമോൾക്ക് ഒരു പനി. രാഘവേട്ടന് അറിയാലോ, ആ കുഞ്ഞെന്ന് വെച്ച പ്രാണനാ പിള്ളയ്ക്ക്. ലീവ് എടുത്ത് പോയിക്കോളാൻ ഞാൻ പറഞ്ഞതാ. പറഞ്ഞിട്ട് കേക്കണ്ടേ? ഇവിടുത്തെ ജോലി മുടങ്ങുമല്ലോന്ന്. എന്തുവാടോ? ഇവിടുത്തെ മലമറിക്കുന്ന പണി എന്തുവാടോ? ഇയാള് പോയിട്ട് വാടോ. അല്ല സാറേ, അത് എടോ പോയിട്ട് വാടോ, പോ. പാവം, കുഞ്ഞിനൊരു അസുഖം വന്നപ്പോ ആ കണ്ണു നിറഞ്ഞ കണ്ടില്ലേ? അങ്ങനെയാ ഹൃദയമുള്ളവര്. പണ്ടേ വിഷ്ണു ഓടി വീണ് മുട്ടുപൊട്ടിയപ്പോ നീ എത്ര രാത്രിയാ ഉറങ്ങാതിരുന്ന് ഓർക്കുന്നുണ്ടോ ഭാമേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.